നമുക്കറിയാം ചെമ്മരിയാടിനെ നോക്കുന്നത് പട്ടിയാണ്. നമ്മുടെ നാട്ടിലുള്ള ആടല്ല കേട്ടോ ചെമ്മരിയാട്, അത് കോലാടാണ്. അതിന് ദൈവം സഹായിച്ച ഒരു ബുദ്ധിയും കൊടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ബൈബിളിൽ എപ്പോഴും കോലാട് ചെമ്മരിയാട് എന്ന് പറയുന്നത്. കോലാട് ഉമ്പടാട്. അതിന് നിങ്ങൾ അമ്മണിന്നല്ല കുഞ്ഞമ്മണിന്നല്ല എന്ത് പേരിട്ട് എന്തോരം കാലം നോക്കിയാലും അതിൽ ഇഷ്ടപ്പെട്ടില്ല അത് ഇടിക്കും. അതുകൊണ്ടാണ് ഈ കോലാടിൽ നിന്ന് വേർതിരിച്ചു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ചെമ്മരിയാട് നേരെ തിരിച്ച നമ്മുടെ പശുവിൻ്റെ പോലെയാണ്. അത് പറഞ്ഞനുസരിക്കും, വിളിച്ചാൽ വരും, ശബ്ദം കേട്ടാൽ ചെവിട് ഓർക്കും. പിന്നെ പാവ അങ്ങനെയൊന്നും ഒരു ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ നിന്ന് മരിക്കുക എന്നല്ലാണ്ട് ഓടി രക്ഷപ്പെടാനുള്ള ബുദ്ധിയൊന്നും ദൈവം കൊടുത്തിട്ടില്ല. ചെമ്മരിയാടിൻ്റെ അടുത്തേക്ക് കുറുക്കൻ ചെന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട ആട്ടിൻകൂട്ടമേ, ഞങ്ങൾക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, സ്നേഹമാണ്. പക്ഷെ നമ്മൾ തമ്മിലുള്ള ഈ ബന്ധം ഇല്ലാതാക്കുന്നത് മുഴുവൻ ഈ പട്ടികളാണ്. ചായ കുടിക്കാതിരുന്നപ്പോൾ ചെമ്മരിയാടുകളൊക്കെ ചർച്ചയിലാണ്. കാര്യം എന്തൊക്കെയാന്ന് പറഞ്ഞാലും മണ്ടനാണെങ്കിലും അവൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. കാരണം എന്താ, ആ പാവൻ ചെന്നായി അവിടെ വന്ന് നിൽക്കുമ്പോഴേക്കും ഇവിടുന്ന് ഓടിപ്പിക്കാൻ തുടങ്ങും പട്ടികളെല്ലാം കൂടി. ക്രൂരതയല്ലേ? പിന്നെ അവന്മാർക്ക് നമ്മളോട് സ്നേഹമാണെങ്കിൽ എത്ര പ്രാവശ്യം ആ പാവങ്ങൾ ഇവിടെ വന്നു, എത്ര പ്രാവശ്യം നമ്മൾ നോക്കി കണ്ണീരോടുകൂടെ ഇവിടെ തിരിച്ചുപോയി. നമ്മൾ ഈ പട്ടി കാരണമല്ലേ എത്ര ക്രൂരതയും ദേഷ്യവും പകയും വൈരാഗ്യമൊക്കെ വന്നേ. ഇപ്പന്മാരാണ് കുഴപ്പം. വൈകുന്നേരം 4 മണിയായി പൊളിച്ചു, വലുതും കിട്ടാണ്ടെങ്കിൽ വാങ്ങിക്കോ, കൂടുതൽ വർത്താനൊന്നും വേണ്ട, നാളെ തൊട്ട് സേവനം വേണ്ട, എന്നാലും 2 ദിവസം കൂടി വേണ്ട, നിങ്ങൾ കാരണം ഈ നാട്ടിലെ പ്രശ്നം മുഴുവൻ പോകോ. അങ്ങനെ പട്ടിക്ക് കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് അതിനെ യാത്രയാക്കി. വൈകുന്നേരം 7 മണിയായപ്പോൾ ചെന്നായ ചേട്ടന്മാർ കുറുക്കൻ്റെ കൂടെ ചർച്ചയ്ക്ക് വന്നു. ചെന്നായുടെ സ്വഭാവം അറിയാം. ചതി, ബുദ്ധി, കുബുദ്ധി, വഞ്ചന, ഇതൊക്കെ ചെന്നായയുടെ കൂടപ്പിറപ്പാണ്. 2 മനുഷ്യരെ പോലെ ജീവിക്കുന്ന ജീവിയാണ് ചെന്നായ. ഒറ്റ ഭാര്യ, ഒറ്റ ജീവിതം, ഭാര്യ, മക്കള്, കുടുംബം, ഇതൊക്കെ ബന്ധുക്കൾ, ഇതൊക്കെ കീപ്പ് ചെയ്യുന്നൊരു ജീവിയാണ് ചെന്നായ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചെന്നായനെ സർക്കസിലിട്ട് വളർത്താൻ പറ്റില്ല. അത് കുഴപ്പമുണ്ടാക്കും. അവൻ ബുദ്ധിയുള്ള ജീവിയാണ്. ചെന്നായ വന്നു. ചർച്ച കഴിയും തോറും ആടുകളുടെ എണ്ണം കുറഞ്ഞു. തിങ്കളാഴ്ച വന്നു, ചൊവ്വാഴ്ച വന്നു, ബുധനാഴ്ച വന്നു, വ്യാഴാഴ്ചയോടെ ചെമ്മരിയാടിൻ്റെ കലാപരിപാടി തീർന്നു. പ്രിയപ്പെട്ടവരെ, പട്ടി കാവൽ നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അവനൊരുത്തനായി കുഴപ്പമൊക്കെ ഉണ്ടാക്കണേ, അവൻ്റെ വായന നാവ് ചുവല്ലാത്തതുകൊണ്ടാണ് കുഴപ്പം, അവനെന്തിനപ്പം ഇങ്ങനെയൊക്കെ ബലം പിടിക്കേണ്ട ആവശ്യം, അവനിതൊക്കെ പറഞ്ഞ് എന്തിനാ ഈ ബലം പിടിക്കണത്, എന്തിനാ എപ്പോഴും ഇതൊക്കെ പറഞ്ഞിട്ടിരിക്കണേ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്തിനാ ഈ സ്നേഹം കളയണേ, ഒരു മയത്തിലൊക്കെ അങ്ങ് പോയാൽ പോരെ. ഈ പട്ടികളെ സമൂഹത്തിൽ നിന്ന് ഒഴിവാക്കുമ്പോൾ ചെന്നായ പടിവാതിൽക്കൽ രക്തവും കാത്തിരിക്കണമെന്ന് ഓർക്കുക. ഇന്ന് അങ്ങനെ മരിച്ചുപോയ കുറേ പട്ടികളുടെ കഥയാണ് ഇന്ന് സഭ ആചരിക്കുന്നത്.